റെഡ് കാർപ്പറ്റിൽ ഇന്നത്തെ നമ്മുടെ അതിഥി മറ്റാരുമല്ല, കുറേ ദിവസമായിട്ട് നമ്മുടെ കൂടെ കുറേ വിശേഷങ്ങളും ഗെയിമൊക്കെ കളിച്ച് ഇങ്ങനെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റാരുമല്ല, മലയാളികളുടെ പ്രിയ നായിക ശൃന്ദ. വെൽക്കം ടു റെഡ് കാർപ്പറ്റ്. താങ്ക് യു. അപ്പൊ ഇനി നമുക്ക് കുരുതിനെ കുറിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയതുള്ളൂ. ആ ഒരു സിനിമയെ കുറിച്ചിട്ട് അത് എങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് മൂവിയാണ്, ആരൊക്കെയാണ് കോ സ്റ്റാർസ് ഒക്കെ ഒന്ന്? കുരുതി ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് വന്നൊരു സബ്ജക്റ്റ് ആണ്. ഭയങ്കര റിലവൻ്റ് ആയിട്ടുള്ള ഈ ഒരു സമയത്ത് സംസാരിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. പൃഥ്വിരാജ് ആണ് എൻ്റെ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ്. പൃഥ്വി ആണ് അതിലൊരു മെയിൻ ക്യാരക്ടർ. പൃഥ്വി, റോഷൻ മാത്യു, മാമുക്ക, തണ്ണീർമത്തനിലൊക്കെ നസ്ലൻ, പിന്നെ സാഗർ സൂര്യ, പിന്നെ ഷൈൻ ടോം ചാക്കോ, പിന്നെ നവാസ്ക, മണികണ്ഠൻ. അങ്ങനെ നമ്മള് ഇത്രയും പേരാണ് സിനിമയിൽ ഉള്ളത്. ഷൂട്ടിംഗ് ലൊക്കേഷൻസ് ഒക്കെ ഈരാറ്റുപേട്ട ആ ഭാഗത്തും പിന്നെ വാഗമൺ ആ ഭാഗത്തൊക്കെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. മെയിനായിട്ട് ഒരു വീടും അങ്ങനെ. അതൊരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി. അപ്പൊ എന്തായാലും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വേഗം തന്നെ ആ സിനിമ എത്തും. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമുക്കിനി ഒരു ഗെയിമിലേക്ക് പോയാലോ? ഓക്കെ. ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മള് മൂഡ് ഓഫ് ആവുകയാണോ എനർജി വരികയാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മുഖത്ത് പലതരം ഭാവങ്ങൾ മിന്നി മറിയാണ് ഗെയിം എന്ന് പറയുമ്പോൾ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെയിമാണ്. അതായത് വിഷ്വൽ ഗെയിമാണ്. കുറച്ച് സെലിബ്രിറ്റീസിന്റെ ഫോട്ടോസ് ഞാൻ കാണിക്കും. അതില് ഒരു കുഞ്ഞു ഫോട്ടോ ഉണ്ടാവും, അതായത് ചൈൽഡ്ഹുഡ് ഫോട്ടോ ഉണ്ടാവും. ഈ കാണിക്കുന്ന സെലിബ്രിറ്റീസിൽ ആരുടെ കുഞ്ഞിലത്തെ ഫോട്ടോ ആണ് അതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനത്തെ ഗെയിം ഇതിനു മുമ്പ് കളിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? കഴിഞ്ഞ ഗെയിമും ഞാൻ ഇതിനു മുമ്പ് കളിച്ചിട്ടില്ല, ഈ ഗെയിമും ഞാൻ ആദ്യമായിട്ട്. അതാണ് ഞങ്ങൾ റെഡ് കാർപ്പറ്റ്. ഞങ്ങൾ ഇങ്ങനെ ഓരോ ഗസ്റ്റ് വരുമ്പോൾ അവർ ഇതുവരെ കളിക്കാത്ത ഗെയിമുകൾ ചൂഴ്ന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവരികയാണ്. ഇത്രയും എഫേർട്ട് എടുക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ഒന്നും ഇവിടെ ആരും ഉറങ്ങിയിട്ടില്ല ഇത്രയും. നമുക്ക് നോക്കാം എന്തായിരിക്കും എന്നുള്ളത്. റെഡി? ഫസ്റ്റ് വൺ. യെസ്. അപ്പൊ ഇതാണ് നമ്മുടെ വിഷ്വൽ. അസിൻ, ശോഭന മാം, ഷംന കാസിം, പിന്നെ ഒരു കുഞ്ഞ്. ഈ കുഞ്ഞ് ആരാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതൊക്കെ നിങ്ങൾ എവിടെ നിന്ന് ഒപ്പിച്ചു? അതെല്ലാം ഞാൻ പറഞ്ഞു ഇന്നലെ ഉറങ്ങിയില്ല എന്ന്. അപ്പൊ നോക്കൂ, ആ കുഞ്ഞിന്റെ മുഖത്തെ ഒരു നിഷ്കളങ്കത. എനിക്ക് തോന്നുന്നത് അസിനാണെന്ന്. ഓക്കെ, അസിനാണെന്ന് തോന്നാൻ എന്താണ് റീസൺ? രണ്ട് റീസൺ പറയൂ. അല്ല, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നു അസിനാണെന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം ഈ തോന്നൽ ശരിയാണോന്ന്. അപ്പൊ ഫസ്റ്റ് ആൻസർ വളരെ ഗംഭീരമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ സെലിബ്രിറ്റീസ് ആരാണെന്ന് നോക്കാം. അയ്യോ, ചാക്കോച്ചൻ, ടൊവിനോ, ഷൈൻ ആൻഡ് ഒരു കുഞ്ഞുവാവ. ആരായിരിക്കും? ഇത് കുറച്ച് ടഫായി. ഇത് നല്ല ടഫായി. ഓ, ഷൈന്റെ ചിരി കണ്ണൊക്കെ പോലെ തോന്നുന്നുണ്ടോ? ചാക്കോച്ചനാണോ എന്ന് എനിക്ക് തോന്നുന്നു. ചാക്കോച്ചന്റെ ഒരു കണ്ണാണ് ഇതിനകത്ത് തോന്നുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ചാക്കോച്ചിന്റെ എന്തായാലും ഒന്നെങ്കിൽ ചാക്കോച്ചൻ അല്ലെങ്കിൽ ടോവിനോ. എനിക്കൊന്ന് ടൊവിനോ ആവാൻ സാധ്യതയില്ല. ഇല്ല, ചാക്കോച്ചനായിരിക്കും. നമുക്ക് നോക്കാം. ഓക്കെ, റെഡി? ടോവിനോ ടൊവിനോ എന്ന് പറയാൻ വന്നപ്പോ ഞാൻ പറഞ്ഞു ടൊവിനോ ആവാൻ സാധ്യതയില്ല. എനിക്ക് തോന്നി ടോവിനോ ആണെന്ന്. എപ്പോ തോന്നി? അതിലെ ഒന്നെങ്കിൽ ടോവിനോ അല്ലെങ്കിൽ ചാക്കോച്ചൻ. അങ്ങനെയല്ല, പക്ഷെ ഞാൻ ടൊവിനോ ആവാൻ സാധ്യതയില്ല എന്ന് പറയുമ്പോ അത് ശരിയാ ചാക്കോച്ചൻ എന്ന് പറഞ്ഞു. തോറ്റു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നമുക്ക് കൈയടി. അടുത്ത കാവിലെ പാട്ട് മത്സരം നോക്കാം. എന്താണ് അത്? ഭാവനയാണോ? എന്താ? ഫസ്റ്റ് ഓഫ് ഓൾ ഈ പിക്ചർ ഒത്തിരി വന്നിട്ടുണ്ട്. സെക്കൻഡ് കറക്റ്റ് ഭാവന അതുപോലെ തന്നെ ഇരിപ്പുണ്ട്, നോക്ക്. ഓഹോ, അപ്പൊ ഇനി കൂടുതൽ ബിൽഡപ്പ് എന്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ അതിലേക്ക് പോവാം. ഭാവനയാണ് റൈറ്റ് ആൻസർ. അടിപൊളി. ഇനി അടുത്തത് ഇതാരാണ്? ജയം രവി, വിജയ് ദേവർകൊണ്ട, അല്ലു അർജുന് കൂട്ടുണ്ട്. അല്ലു അർജുനെ പോലെ ഉണ്ട്, കൂട്ടുണ്ട്. ഓക്കെ, ജയം രവി അവൻ ചാൻസ് ഇല്ല. എനിക്കറിയില്ല. ആ ഹെയർ സ്റ്റൈൽ നോക്കൂ കുട്ടി. അല്ലു അർജുനാണത്. അല്ലു അർജുനെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നു. ഇത്ര ഉറപ്പിച്ച് പറയുന്നത് ജയം രവി ആയിക്കൂടെ? ആ ഹെയർ സ്റ്റൈൽ അതല്ല, അത് സമ്മതിച്ചു. അപ്പൊ അല്ലു അർജുൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ആൻസർ പൊട്ട തെറ്റാണ്. ജയം രവിയാണ്. നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ല അല്ലു അർജുനാണ്.
ഞാൻ നേരത്തെ പറഞ്ഞേനെ. അത് നേരത്തെ പറഞ്ഞേരെ, അത് ആദ്യത്തേൽ എനിക്ക് ഒട്ടും ബിൽഡപ്പ് ഇടാൻ സമയം കിട്ടിയില്ല. അപ്പൊ ഞാൻ ഇവിടെ വെറുതെ വന്നിരിക്കുന്നാവില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇങ്ങനെ ചെയ്തത്. എങ്ങനെയുണ്ട്? നല്ല ഗെയിം ആയിരുന്നില്ല? നല്ല അല്ല, ഈ ടോബിനോട് എനിക്കൊരു ചാൻസ് ഉണ്ടായിരുന്നു ആക്ച്വലി. അപ്പൊ 4 എണ്ണത്തിൽ ഒരെണ്ണം മാത്രമാണ് പറയാതിരുന്നുള്ളൂ, ബാക്കി 3 വളരെ ഗംഭീരമായിട്ട് പറഞ്ഞു. അടിപൊളി. അപ്പൊ ഇനി നമുക്ക് ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി നമ്മള് ടാലന്റ്. അതെ, അപ്പൊ അടുത്ത നമ്മുടെ ആ ഒരു മിടുക്കി ആരാണ് എന്ന് അറിയാനുള്ള സമയമാണ്. നമുക്കൊരു വിഷ്വൽ ഉണ്ട്, അത് കാണാം. നമസ്കാരം, ഞാൻ ആര്യ കൊല്ലം. കൊല്ലം ജില്ലയിലെ തിരുമുല്ലവാരം എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. GHSS വെസ്റ്റ് കൊല്ലം സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ. 11 വർഷമായി ശാസ്ത്രീയമായി സംഗീതം അഭ്യസിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിൽ എന്നാണ് എന്നെ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്നത്. ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിൽ എന്നൊരു കരോക്കെ മ്യൂസിക്കൽ ഷോയും ഞാൻ ചെയ്യുന്നുണ്ട്. ഏകദേശം ഇപ്പോൾ ഒരു 300-ലധികം സ്റ്റേജുകൾ കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിൽ ധാരാളം പാട്ടുകൾ എൻ്റെ വൈറലാണ്. അതിന് കാരണം ആനുകാലിക പ്രസക്തമായ കാര്യങ്ങൾ എൻ്റെ അച്ഛൻ എഴുതി ഈണം നൽകി പാടുന്ന പാട്ടുകളാണ് വൈറലാവുന്നത്. സോഷ്യൽ മീഡിയ നൽകുന്ന ഈ വലിയ പിന്തുണയും സ്നേഹവും മൂലമാണ് എനിക്ക് റെഡ് കാർപ്പറ്റ് എന്ന ഷോയിലേക്ക് ക്ഷണം വന്നത്. ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിൽ എന്നുള്ള പേരിൽ ഇപ്പോൾ കേരളം മുഴുക്കെ അറിയപ്പെടാനുള്ള കാരണം ഈ സോഷ്യൽ മീഡിയ നൽകുന്ന വലിയ പിന്തുണയാണ്. അങ്ങനെ സോഷ്യൽ മീഡിയയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. വനിതകൾക്കും പെൺകുട്ടികൾക്കും പ്രാധാന്യമുള്ള റെഡ് കാർപ്പറ്റ് എന്ന സ്വപ്നതുല്യമായ ആ വലിയ വേദിയിലേക്ക് ഞാനും എത്തുകയാണ്. ഓക്കെ, അപ്പൊ റെഡ് കാർപ്പറ്റിൽ വരാൻ പോകുന്നത്, അതായത് നമ്മള് നോർമൽ ഒരു ഗായികയാണ് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ, കാരണം ഇപ്പോഴത്തെ നേരത്തെ പറഞ്ഞ പോലെ സംസാരിക്കേണ്ട കുറെ വിഷയങ്ങൾ എടുത്തിട്ട് പാട്ടിലൂടെ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിൽ എന്നാണ് ആ കുട്ടി അറിയപ്പെടുന്നത്. ആ ഒരു ടൈറ്റിലോട് കൂടിയാണ് നമ്മുടെ റെഡ് കാർപ്പറ്റിലേക്ക് നടന്നു വരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിൽ ആര്യ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു ടൈറ്റിൽ ആര്യയുടെ പേരിന് മുന്നിൽ ഉണ്ട് എന്നുള്ളത് അല്ലെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിൽ. അത് വളരെ അനുയോജ്യമാണ് അല്ലെ, കാരണം ഒരുപാട് സ്റ്റേജുകളിൽ ഒറ്റയ്ക്ക് നിന്ന് പാടി, അതും സ്വന്തമായിട്ട് അച്ഛൻ വരികൾ എഴുതി മകള് ട്യൂൺ ചെയ്ത്, അങ്ങനെയാണ് നിങ്ങളുടെ ഒരു സംഗീത യാത്ര അല്ലെ. അതെ. പറയൂ, അടുത്തിടെ ചെയ്തു വെച്ചിരിക്കുന്ന ഏതാണ്? ഇപ്പോ ചെയ്തു വെച്ചിരിക്കുന്ന ഇപ്പൊ ഇലക്ഷൻ ഒക്കെ അല്ലേ, അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. ഓ, അടിപൊളി. ഈ സ്കൂളിലൊക്കെ ഈ ഇങ്ങനത്തെ പാട്ടുകൾ അല്ലാതെ സിനിമാ പാട്ടുകളും ലൈറ്റ് മ്യൂസിക് ഒക്കെ പാടിയിട്ടുണ്ടാവില്ലേ? എല്ലാരും വിചാരിച്ചേക്കുന്നത് അച്ഛന്റെ പാട്ടുകൾ മാത്രം പാടുന്ന ഒരു കുട്ടിയാണ്, പക്ഷെ അങ്ങനെയല്ല. നമുക്ക് അച്ഛൻ്റെ അടുത്ത് കുറച്ച് എന്തൊക്കെയാണ് കാര്യങ്ങൾ ചോദിക്കാം അല്ലെ. ചോദിക്കാം. നമസ്കാരം, റെഡ് നമസ്കാരം. കാർപ്പറ്റിലേക്ക് സ്വാഗതം. പേരെന്താ പറയൂ അച്ഛൻ? സജി AKG എന്നാണ് സോഷ്യൽ മീഡിയയിൽ സജി AKG എന്നാണ് എല്ലാരും അറിയപ്പെടുന്നത് അല്ലെ. അതെ. മുന്നേ മുതൽ എഴുതുമായിരുന്നോ അതെയോ? എഴുതാൻ വേണ്ടിയിട്ട് എഴുതിയതല്ല യഥാർത്ഥത്തിൽ. കാരണം ഞാനൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അന്നേരം അവള് നന്നായിട്ട് കുട്ടിക്കാലം തൊട്ടേ പാടുന്നൊരു കുട്ടിയാണ്. അന്നേരം മുന്നോട്ട് കൊണ്ടുവരാൻ ആരടുത്തും നമുക്ക് കൈപിടിച്ച് നടത്താനോ ഇപ്പൊ ഇവിടം വരെ എത്താനോ ഇത് തന്നെയാണ് കാരണം. ഗാനമേള ട്രൂപ്പുകളിൽ പാടാനായിട്ടുള്ളൊരു ശ്രമം നടത്തി. അന്നേരം ആരും നമ്മളെ ശ്രമം തന്നില്ല. കാരണം രാവിലെ തൊട്ട് പോയി നിൽക്കുക. അവൾക്ക് 10 വയസ്സൊക്കെ ഉള്ളപ്പോൾ നമ്മൾ സ്റ്റേജിന്റെ പുറകെ പോയി നിന്നിട്ട് ഒരു പാട്ട് പാടും ചോദിച്ചിട്ട് ആരും അവസരം തരാതെ വന്നപ്പം അങ്ങനെ എനിക്ക് ഒരു ഗാനമേളയ്ക്ക് അവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് തന്നെ കിടമത്സരങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് അത് നിർത്തി എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഒത്തിരി സ്റ്റേജ് ചെയ്ത് വന്നപ്പോൾ ഭയങ്കര സങ്കടം വന്നപ്പോൾ പിന്നെ എന്ത് വഴിയെന്ന് വിചാരിച്ചു. വേറെ കൊണ്ടുപോയൊരു വഴിയില്ല. അങ്ങനെയാണ് ഞാൻ ആദ്യം പോയി, എൻ്റെ കയ്യിലൊരു മോതിരം ഉണ്ടായിരുന്നു. മോതിരം പണയം വെച്ചൊരു 10,000 രൂപ എടുത്തിട്ട് നേരെ പോയി ഒരു 150 കരോക്കെ റെക്കോർഡ് ചെയ്തു. എന്നിട്ട് അവൾക്ക് ഓരോ ദിവസവും 10 വീതം പാട്ട് വീതം കാണാതെ പഠിപ്പിച്ച്. പിന്നെ ഞാൻ ഒരു 20 പോസ്റ്റർ അടിച്ചിട്ട് ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുരുന്ന ടൈറ്റിലും വെച്ചിട്ട് എല്ലായിടത്തും പറഞ്ഞ് ഇനി ഞങ്ങൾ ഒറ്റയ്ക്ക് ഗാനമേള അവതരിപ്പിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ തുടങ്ങിയ ഒരു പരിപാടിയാണ്. ഇപ്പം 320 സ്റ്റേജ് കഴിഞ്ഞു. അതെ, വളരെ എന്താ പറയാ, ഈ ഇങ്ങനെ ഒരു ആവേശം അച്ഛന്റെ മനസ്സിൽ ആ മകൾക്ക് വേണ്ടിയിട്ട് വളർന്നു വന്നതാണ് നമ്മൾ ഇവിടം വരെ എത്തിയത് അല്ലേ. എന്തായാലും ഇങ്ങനെ ഒരു അച്ഛനെ പരിചയപ്പെടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. എപ്പോഴും ഇതേപോലെ തന്നെ പോസിറ്റീവായിട്ട് ഇരിക്കുക. ഈ ഒരു ഇത് കേട്ടപ്പോ എന്താണ്, ഈ ഒരു യാത്ര കേട്ടപ്പോ എന്താ തോന്നിയത് മനസ്സിൽ? കീപ് അപ്പ് ദ സ്പിരിറ്റ്. അതെ, എല്ലാവർക്കും ഒരു പ്രചോദനം ആയിരിക്കും. അപ്പൊ ഒരുപാട് സന്തോഷം ആര്യ. അപ്പൊ നമുക്ക് പെർഫോമൻസിലേക്ക് കടന്നാലോ? എന്താണ് നമ്മൾ ആദ്യം ഏത് സബ്ജക്റ്റ് ആണ് ഇന്ന് ഇവിടേക്ക് വേണ്ടി? അതായത് ഒരു കാറ്റിനെ നമ്മുടെ കേരള നാടൊന്ന് ചുറ്റിക്കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാട്ടാണ് ആദ്യമായിട്ട്. കേരളത്തിനെ ചുറ്റിക്കാണിക്കാനായിട്ട് വരുന്ന ഒരു കാറ്റ്.
ഓക്കെ, അപ്പൊ തുടങ്ങാം. തുടങ്ങാം. യെസ്, റെഡി. തന്നന്നൻ താനന്നൻ തന്നാനം തനൻ തന്നന്നൻ താനന്നൻ തന്നാനം തന്നന്നൻ താനന്നൻ തന്നാനം തനം തന്നന്നൻ താനന്നൻ തന്നാനം. നാടു ചുറ്റാൻ വന്നൊരു കാറ്റേ നാടോടിക്കാറ്റേ, നാടു കാട്ടാം പോരു കാറ്റേ തെമ്മാടിക്കാറ്റേ, മാമല നാട് മലനാട് കേരം തിങ്ങും നാട്, മാലോകരൊക്കെയും വാഴ്ത്തുന്ന നാട്, ദൈവം പണിഞ്ഞൊരു നാട്. മലകൾ കണ്ട് വനങ്ങൾ കണ്ട് കോട്ടകൾ കണ്ടുപോകാം, നാടു ചുറ്റാൻ വന്നൊരു കാറ്റേ നാടോടിക്കാറ്റേ, നാടു കാട്ടാം പോരു കാറ്റേ തെമ്മാടിക്കാറ്റേ, തന്നന്നൻ താനന്നൻ തന്നാനം തനം തന്നന്നൻ താനന്നൻ തന്നാനം തന്നന്നൻ താനന്നൻ തന്നാനം തനം തന്നന്നൻ താനന്നൻ തന്നാനം. ശംഖുവിളിയുണ്ട് പാങ്കുവിളിയുണ്ട് പള്ളിമണികളുണ്ട്, കാവുകളുണ്ട് ആൽത്തറയുണ്ട് ആമ്പൽക്കുളങ്ങളുണ്ട്, അഷ്ടമുടി കായലുണ്ട് വേമ്പനാട്ടും കായലുണ്ട്, അറബിക്കടലുണ്ട് പമ്പ നദിയുണ്ട് ഭാരതപ്പുഴയുമുണ്ട്, പാടങ്ങളുണ്ട് പാലങ്ങളുണ്ട് പള്ളിക്കൂടങ്ങളുണ്ട്, കണ്ണുകുളിരണ കാഴ്ചകൾ കണ്ടിട്ട് കള്ളച്ചിരിയുണ്ടോ കാറ്റേ കള്ളച്ചിരിയുണ്ടോ, തന്നന്നൻ താനന്നൻ തന്നാനം തനം തന്നന്നൻ താനന്നം തന്നാനം തന്നന്നം താനന്നൻ തന്നാനം തനം തന്നന്നൻ താനന്നൻ തന്നാനം, മാമല നാട് മലനാട് കേരം തിങ്ങും നാട്, മാലോകരൊക്കെയും വാഴ്ത്തുന്ന നാട്, ദൈവം പണിഞ്ഞൊരു നാട്. കണ്ടാലും കേട്ടാലും തീരില്ല കാറ്റേ കേരള നാടിൻ കഥ, തുഞ്ചത്തുള്ളൊരെഴുത്തച്ഛൻ മലയാളം ചൊല്ലിക്കാറ്റേ, എന്നുടെ നാട് മലയാള നാട് കവിത വിരിയുന്ന നാട്, കലയുടെ നാട് തെയ്യത്തിൻ നാട് ആട്ടത്തിൻ നാട് പായത്തിൻ്റെ നാട് പൂരത്തിൻ നാട് തിരയുടെ നാട്, ഉള്ളത്തിൽ തുള്ളണ വള്ളം കളിയുണ്ട് തുള്ളിക്കളിക്കണ മേളങ്ങളുണ്ട്, കൊയ്യുന്ന പാടത്തിൽ താളത്തിൽ പാടണ മണ്ണിന്റെ പാട്ടുമുണ്ട്, തന്നന്നൻ താനന്നം തന്നാനം തനം തന്നന്നം താനന്നം തന്നാനം തന്നന്നം താനന്നം തന്നാനം തനം തന്നന്നം താനന്നം തന്നാനം. നാട് കണ്ട് മടങ്ങണ കാറ്റേ നാടോടിക്കാറ്റേ, മാമല നാടിന്റെ മാതക ഭംഗിയിൽ നിന്നെ മറന്നില്ലേ കാറ്റേ, നിന്നെ മറന്നില്ലേ നിന്റെ ഉള്ളം നിറഞ്ഞില്ലേ, ഒരുമയുള്ളൊരു നാടു കണ്ടിട്ട് പെരുമയോടെ നീ ചൊല്ലേലേ, മണ്ണിൽ സ്വർഗം തീക്കണ നാട് മലയാള നാട്, ഈ നാടു കാണാൻ വീണ്ടും വരില്ലേ മറുനാടൻ കാറ്റേ, തന്നന്നൻ താനന്നൻ തന്നാനം തനം തന്നന്നൻ താനന്നം തന്നാനം തന്നന്നം താനന്നം തന്നാനം തനം തന്നന്നം താനന്നം തന്നാനം, നാട് ചുറ്റാൻ വന്നൊരു കാറ്റേ നാടോടിക്കാറ്റേ, നാടു കാട്ടാം പോരു കാറ്റേ തെമ്മാടിക്കാറ്റേ, മാമല നാട് മലനാട് കേരം തിങ്ങും നാട്, മാലോകരൊക്കെയും വാഴ്ത്തുന്ന നാട്, ദൈവം പണിഞ്ഞൊരു നാട്, ദൈവം പണിഞ്ഞൊരു നാട്, ദൈവം പണിഞ്ഞൊരു നാട്. സൂപ്പർ, താങ്ക് യു. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല നല്ല പാട്ട് കേൾക്കാൻ, നല്ല നല്ല വരികള്. സുഖമുള്ള, അതെ, നല്ല വരികള്, നല്ല ഈണം, അസലായിരുന്നു. അച്ഛാ കലക്കി. ഇനി ഏത് പാട്ടാണ്? അടുത്തതായിട്ട് നമ്മുടെ ലോക്ക്ഡൌൺ സമയത്ത് ആ, എഴുതിയൊരു പാട്ടാണ്. ഓക്കെ. അതിന്റെ എന്താണ് അതിന്റെ തീം? അതെന്ന് പറഞ്ഞാൽ ഒരു വീട്ടില് നടക്കാനിടയുള്ള, അപ്പൊ ജോലിയൊന്നും ഇല്ലാത്ത സംഭവമാണല്ലോ. അതെ അതെ. അപ്പം ചില വീടുകളിലൊന്നും ജോലി ഇല്ലാത്തവരെ അവരുടെ അമ്മമാര് വഴക്ക് പറയില്ലേ. ഉവ്വ. അപ്പം അത് അങ്ങനെ ഒരു സംഭാഷണം പോലുള്ള ഒരു പാട്ട്. ഒരു പാട്ട്. ആ, അതൊരു വെറൈറ്റി ആയിരിക്കും. മിക്കവാറും നമുക്കൊക്കെ കൊള്ളു ആ പാട്ട്. കേക്കാം അല്ലേ? അപ്പൊ കേക്കാം. റെഡി?
തുറന്നില്ലേല് മക്കളെ ഇതിലും വലുത് വരും. കണ്ണങ്ങടച്ചിരുന്നോ മലയാളി സാമൂഹ്യ പാഠമാകും. കണ്ണങ്ങടച്ചിരുന്നോ മലയാളി സാമൂഹ്യ പാഠമാകും. ഞങ്ങ പുറത്തു പോട്ടെ അമ്മച്ചി ജോലി തിരക്കിടുവാൻ. പുറത്തേക്കിറങ്ങിടല്ലേ പുള്ളാരെ പോലീസ് കൊണ്ടുപോകും. കണ്ണങ്ങടച്ചിരുന്നോ മലയാളി സാമൂഹ്യ പാഠമാകും. കണ്ണങ്ങടച്ചിരുന്നോ മലയാളി സാമൂഹ്യ പാഠമാകും. കുറേ നല്ല നല്ല വരികളും ഈണവും ഒക്കെ ആയിട്ട് നല്ലൊരു പാട്ടായിരുന്നു. വലിയൊരു കൈയടി രണ്ടുപേർക്കും, അച്ഛനും ആര്യക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു സമ്മാനം ഇവിടെ റെഡ് കാർപ്പറ്റിന്റെ വക റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വാങ്ങിക്കാം അല്ലേ? എൻ്റെ ഒരു ആഗ്രഹം അച്ഛൻ ആ സമ്മാനം ഏറ്റുവാങ്ങാൻ ഇവിടെ വരണം എന്നാണ്. അല്ലേ? വരും. നാടു ചുറ്റാൻ വന്നൊരു കാറ്റേ നാടോടിക്കാറ്റേ, നാടു കാട്ടാം പോരു കാറ്റേ തെമ്മാടിക്കാറ്റേ, മാമല നാട് അപ്പൊ റെഡ് കാർപ്പറ്റിന്റെ വക ഈ ഒരു മൊമെന്റോ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങൾ സമ്മാനിക്കുകയാണ്. അച്ഛൻ്റെ ഹാപ്പി അല്ലേ? ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ എന്തായാലും ഈ സന്തോഷത്തിൽ നിങ്ങൾ എല്ലാവരും പങ്കുചേർന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. അടുത്ത എപ്പിസോഡിൽ പുതിയ കലാകാരിയുമായിട്ട് നമ്മൾ കണ്ടുമുട്ടും. അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്.